ആകാശപാത പൊളിച്ചു കളയണമെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയതോടെ കോട്ടയത്ത് സിപിഎം കോൺഗ്രസ് തർക്കം മുറുകുകയാണ്. ഇടത് സർക്കാർ അധികാരമേറ്റതു മുതൽ പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം തിരുവഞ്ചൂരിന്റെ പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സിപിഎം മറുപടി നൽകി. ആകാശപാതയ്ക്കെതിരെ മന്ത്രി ഗണേഷ് കുമാർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ ഇത് ചൂടുപിടിച്ച ചർച്ചയായി മാറിയിരിക്കുന്നത്. നിയമസഭയിലെ ഈ ഒരു നിലപാടിന് തൊട്ടു പിന്നാലെ കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് സിപിഎം തിരുവഞ്ചൂരിനെതിരെ രംഗത്ത് വന്നത്. തിരുവഞ്ചൂർ നടത്തുന്ന പദ്ധതികൾക്ക് പിന്നിലെല്ലാം അഴിമതിയുണ്ട് എന്ന് ആരോപിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ്, ഇത് നടക്കില്ല എന്ന് ഉറപ്പു വന്നതോടെ അതിന്റെ പഴി സിപിഎമ്മിന് മുകളിൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്ന് സിപിഎമ്മിന്റെ ജില്ലാ ഘടകം ആരോപിച്ചു. ഇതിൽ എന്താ പറയുക, ഇത് ഫലത്തിൽ സർക്കാരിന്റെ നിലപാടിനൊപ്പം ചേർന്നുകൊണ്ട് സിപിഎമ്മും തിരുവഞ്ചൂരിനെതിരെ കോട്ടയത്തും രംഗത്ത് വരികയാണ്. താൻ കുഴിച്ച കുഴിയിൽ ചെന്ന് സ്വയം അകപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം എന്നതിനപ്പുറത്ത് വേറൊന്നുമില്ല. കോട്ടയം പോലെ ഒരു ചെറിയ പട്ടണം, ആ പട്ടണത്തിൽ ഇതുപോലൊരു ആകാശപാത കിട്ടി എല്ലാവരും ഇതേ കൂടെ കയറി ലിഫ്റ്റേലോ എന്താ മറ്റേ ലിഫ്റ്റും ഉണ്ട് പടിയുമുണ്ട്, അത് അങ്ങനെ കയറി അപ്പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? നമ്മളെല്ലാം ഈ പട്ടണത്തിൽ ജീവിക്കുന്നവരല്ലേ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപ്രായോഗികതയും അശാസ്ത്രീയതയും എന്ന് പറയുന്നത്. ഒരു കാര്യമുള്ളതല്ല. എന്തായാലും തിരുവഞ്ചൂരിനെ സംരക്ഷിക്കാൻ DCCയുടെ മുതിർന്ന നേതാക്കളെല്ലാം ഒരുമിച്ചെത്തിയാണ് വാർത്താ സമ്മേളനം നടത്തി മറുപടി നൽകിയത്. ഫലത്തിൽ ഇത് നാറ്റ്പാക്കിന്റെ പഠനപ്രകാരമാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. സർക്കാരിന്റെ പൂർണ്ണമായ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. സിപിഎം വികസന വിരോധികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടകം സുരേഷ് DCC അധ്യക്ഷൻ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചത്. ആകാശപാതയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സർക്കാരും ഗവൺമെന്റും മുന്നോട്ട് പോകുമ്പോൾ, സർക്കാരും സിപിഎമ്മും മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സിപിഎം നേതാക്കന്മാര് ഇന്നലെ പത്രസമ്മേളനം നടത്തി വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് അവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോട്ടയത്തെ ആകാശപാത കണ്ട് കൊല്ലത്തും തൃശ്ശൂരും ആരംഭിച്ചു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിൽ. പക്ഷെ കോട്ടയത്തെ ആകാശപാത പാതി വഴിയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആകാശപാതയുടെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുകയാണ്. അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക. എന്തായാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിഷയം. അഴിമതി പദ്ധതികളാണ് തിരുവഞ്ചൂർ നടപ്പാക്കുന്നതെന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് അനിൽകുമാറിനെതിരെ കോൺഗ്രസും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മീനച്ചിലാർ മീനന്തലയാർ നദീ സംയോജന പദ്ധതി, അതിന് പിന്നിൽ വലിയ അഴിമതിയാണ് എന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. എന്തായാലും ഈ പദ്ധതി ആകാശപാത വലിയ വിവാദമായി കോട്ടയത്ത് വീണ്ടും ഉയർന്നു വരികയാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും DCC വൃത്തങ്ങൾ പറഞ്ഞു. എന്തായാലും വലിയ തർക്കത്തിലേക്ക് തന്നെ കോട്ടയത്തെ ഈ വിഷയം മാറിയിരിക്കുകയാണ്.